ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെവറേജ് അനാലിസിസിലെ ഒരു ടോപ്പിക്കാണ് EBIT EPS അനാലിസിസ്. EBIT EPS analysis is an analysis that study the impact of change in EBIT on the EPS. ഓക്കെ, ഇപ്പൊ ഈ അനാലിസിസ് സ്റ്റഡി ചെയ്യുന്നത് EBIT ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, ആ EBITയിൽ ഉണ്ടാവുന്ന ഡിഫറെന്റ് ചേഞ്ചസ്, ഹൗ ഇറ്റ് എഫക്ട് ദ ഏർണിംഗ്സ് പെർ ഷെയർ, അതാണ് EBIT EPS അനാലിസിസ് അനലൈസ് ചെയ്യുന്നത്. ഹൗ ദ ഡിഫറെന്റ് ചേഞ്ചസ് ഇൻ EBIT എഫക്ട് ദ ഏർണിംഗ്സ് പെർ ഷെയർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ EBITയും EPSും തമ്മിലുള്ള ഒരു റിലേഷനെയാണ് EBIT EPS അനാലിസിസ് സ്റ്റഡി ചെയ്യുന്നത്. It study the effect of financial leverage on EPS. ഫിനാൻഷ്യൽ ലെവറേജ് കാരണം ഏർണിംഗ്സ് പെർ ഷെയറിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്. നമ്മൾ EBIT എപ്പോഴാണ് എഫക്റ്റ് ചെയ്യുക? EBIT റെഫേഴ്സ് ടു ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഈ EBITയിൽ നമുക്ക് ഫിനാൻഷ്യൽ ലെവറേജ് കാരണം നമുക്ക് ഇൻട്രസ്റ്റ് ചാർജസ് ഉണ്ടാവും. സോ ഹൗ ദിസ് ഫിനാൻഷ്യൽ ലെവറേജ്, ഒരു ഫേമിൻ്റെ ഇൻട്രസ്റ്റ് ചാർജ് എങ്ങനെയാണ് EBITനെ എഫക്റ്റ് ചെയ്യുന്നത്? ആ ഫേമിൻ്റെ ഓരോ ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ അനുസരിച്ച്, നമ്മൾ ഡിഫറെൻറ്റ് ലെവറേജ് ഒക്കെ അനുസരിച്ച് എങ്ങനെയാണ് ആ EBITയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് EPSന്, ഷെയർ ഹോൾഡേഴ്സിന് കിട്ടേണ്ട ഏർണിംഗ്സ് പെർ ഷെയറിനെ എഫക്റ്റ് ചെയ്യുന്നത്. അതാണ് EBIT EPS അനാലിസിസ് സ്റ്റഡി ചെയ്യുന്നത്. സോ ഇറ്റ് റെഫേഴ്സ് ടു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ EBIT ആൻഡ് EPS ഓഫ് എ ഫേം. There are two components for studying EBIT EPS analysis. First one, financial break-even point analysis. Second one, point of indifference analysis. അപ്പോൾ രണ്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ EBIT EPS അനാലിസിസ് മെഷർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് അനാലിസിസ്, സെക്കൻഡ് വൺ പോയിന്റ് ഓഫ് ഇൻഡിഫറൻസ് അനാലിസിസ്. അപ്പോൾ നമുക്ക് ഓരോന്ന് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് ഓഫ് സ്റ്റഡിങ് EBIT EPS അനാലിസിസ് ആണ് ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ അനാലിസിസ്. Okay, financial break-even analysis. So, what is financial break-even point? Financial break-even analysis study ചെയ്യുന്നത് financial break-even പോയിന്റിനെയാണ്. So, what is financial break-even point? It refers to the level of EBIT where the firm is able to meet only the fixed financial charges such as interest on debentures and preference shares. അപ്പോൾ ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ അനാലിസിസ് ആണ് EBIT EPS അനാലിസിസിൻ്റെ ഒരു മെത്തേഡ്. ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത് അനലൈസിങ് ദ ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് ഓഫ് എ ഫേം. ഇനി എന്താണ് ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ്? നമുക്കറിയാം, ബ്രേക്ക് ഈവൻ പോയിന്റ് റെഫേഴ്സ് ടു ദ പോയിന്റ് വെർ ദർ ഈസ് നോ പ്രോഫിറ്റ് ഫോർ ദ കമ്പനി. ഓക്കെ, അല്ലെങ്കിൽ പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല, നമ്മളുടെ എക്സ്പെൻസസിനെ മാത്രം, കോസ്റ്റിനെ മാത്രം കവർ ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയും. ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് എ പോയിന്റ് വേർ ദ ഫേം ഈസ് ഏബിൾ ടു മീറ്റ് ഓൺലി ദ ഫിക്സ്ഡ് ഫിനാൻഷ്യൽ ചാർജസ്. ഒരു ഫേമിന്റെ EBIT, പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, EBIT. അപ്പോൾ ഒരു ആ ഫേമിന്റെ EBIT എന്ന് പറയുന്നത് ആ ഫേമിന്റെ ഫിക്സ്ഡ് ഫിനാൻഷ്യൽ ചാർജ്, ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ്, പ്രിഫറൻസ് ഷെയർസ്, നമ്മൾ ലെവറേജ്, ഒരു ഫേമിന്റെ ലെവറേജ് കാരണം ആ ഫേമിന് ഉണ്ടാവുന്ന ഫിക്സ്ഡ് ചാർജസ്, ഡിബെഞ്ചേഴ്സിന് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ്, പ്രിഫറൻസ് ഷെയർസിന് കൊടുക്കേണ്ട ഡിവിഡൻഡ്, അതാണ് ഫിക്സ്ഡ് ചാർജസ്. അപ്പോൾ ഒരു ഫേമിന് കിട്ടുന്ന പ്രോഫിറ്റ് EBIT ഈ ഫിക്സ്ഡ് ചാർജസിനെ മാത്രം കവർ ചെയ്യാനേ ഉള്ളൂ, ഫിക്സ്ഡ് ചാർജസിന്റെ കോസ്റ്റ് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. അങ്ങനത്തെ പോയിന്റിനെയാണ് ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയാം. അല്ലെങ്കിൽ ദ ലെവൽ ഓഫ് EBIT വേർ ദ ഫേം ഈസ് ഏബിൾ ടു കവർ ഓൺലി ഇറ്റ്സ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് എക്സ്പെൻസ്. ഓക്കെ, അറ്റ് സച്ച് EBIT ദ EPS വിൽ ബി 0. നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് ഈസ് ഈക്വൽ ടു കോസ്റ്റ്. എന്താണോ ഫിക്സ്ഡ് കോസ്റ്റ് ഓഫ് ദ ഫേം, അതാണ്, അതിനോട് ഈക്വൽ ആണ് EBIT. അതിനെയാണ് നമ്മൾ പറയുന്നത് കോസ്റ്റ് മാത്രം കവർ ചെയ്യുന്നു, പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല, കോസ്റ്റിനെ കവർ ചെയ്യുന്നു. ആ പോയിന്റാണ് ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ്. അപ്പോൾ അറ്റ് ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ്, അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്ന EBITയിൽ EPS 0 ആയിരിക്കും. EPS എന്താണ്? ഏർണിംഗ്സ് പെർ ഷെയർ ആണ്. അപ്പോൾ അവിടെ പ്രോഫിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സിന് ഏർണിംഗ്സ് പെർ ഷെയർ ഉണ്ടാവില്ല. അതുകൊണ്ട് അറ്റ് സച്ച് ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് EPS വിൽ ബി 0. ഇനി ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് ദ ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് ഈസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ 1 - t. ഇതാണ് ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്താ? EBIT, അതായത് നമ്മളുടെ പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു
ഫിക്സ്ഡ് ചാർജസ് നമ്മൾ പറഞ്ഞു. ഫിക്സ്ഡ് ചാർജസ് ഏതൊക്കെയാ? ഫസ്റ്റ് വൺ ഇൻട്രസ്റ്റ്, ഡിബെഞ്ചേഴ്സിന് നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് പ്ലസ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ അതിന് കൊടുക്കേണ്ട ഡിവിഡൻഡ്. അപ്പൊ ഇൻട്രസ്റ്റ് എക്സ്പെൻസും പ്രിഫറൻസ് ഡിവിഡൻഡും അതിനോട് ഈക്വൽ ആയിരിക്കും ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ്. ഓക്കെ, ഇനി ഇൻട്രസ്റ്റ് നമ്മൾ എങ്ങനെ കാണാം? എന്താണ്? ഫോർ എക്സാമ്പിൾ ഡിബെഞ്ചേഴ്സിന്റെ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് എടുക്കും. ദെൻ പ്രിഫറൻസ് ഡിവിഡൻഡ് എത്രയാണോ നമുക്ക് ഡിവിഡൻഡ് കൊടുക്കേണ്ട റേറ്റ്, ആ ഡിവിഡൻഡ് എടുക്കും, ഡിവൈഡഡ് ബൈ 1 - t. നമ്മൾ പ്രിഫറൻസ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിന് പ്രിഫറൻസ് ഡിവിഡൻഡ് എപ്പോഴും എന്താണ്? ഇൻട്രസ്റ്റ് കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ആഫ്റ്റർ ടാക്സ് കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് ആണ് നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുക, അല്ലെ? ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ആണ് ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ്. അപ്പോൾ ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് കാണാൻ നമുക്ക് പ്രിഫറൻസ് ഡിവിഡൻഡ് ബിഫോർ ടാക്സിലോട്ട് ആക്കാനാണ് നമ്മൾ ഡിവൈഡഡ് ബൈ 1 - t ചെയ്യുന്നത്. സോ ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇസ് ഈക്വൽ ടു ഇൻട്രസ്റ്റ് പ്ലസ് പ്രിഫറൻസ് ഡിവിഡൻഡ് ബൈ 1 - t. ഇതാണ് ഇക്വേഷൻ. ഇനി എങ്ങനെയാണ് ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് കാണാന്നുള്ള ഒരു എക്സാമ്പിൾ ചെയ്യാം. അപ്പോൾ എക്സാമിന് ചിലപ്പോൾ നമുക്ക് ഡിറ്റർമൈൻ ദ ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇസ് ഈക്വൽ ടു ഇൻട്രസ്റ്റ് പ്ലസ് പ്രിഫറൻസ് ഡിവിഡൻഡ് ബൈ 1 - ടാക്സ് റേറ്റ്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ ചെയ്യാം. ബി ലിമിറ്റഡ് ഈസ് കൺസിഡറിങ് 3 ഫിനാൻഷ്യൽ പ്ലാൻസ്. ബി ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിക്ക് 3 ഫിനാൻഷ്യൽ പ്ലാൻസ് ഉണ്ട്. പ്ലാൻ എ 100% ഇക്വിറ്റി, അതായത് 3 ഫിനാൻഷ്യൽ പ്ലാൻസ് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഫണ്ട് റേസ് ചെയ്യേണ്ടത്, അങ്ങനത്തെ 3 പ്ലാൻ തന്നിട്ടുണ്ട്. പ്ലാൻ എ എന്ന് പറയുന്നത് 100% ഇക്വിറ്റി മാത്രമേ ഉള്ളൂ, ആ ഫേമിന് വേറെ ഒരു സോഴ്സും ഇല്ല. ഇനി പ്ലാൻ ബി 50% ഇക്വിറ്റി ആൻഡ് 50% ഡെപ്റ്റ്. പ്ലാൻ ബി പറയുന്നത് 50% ഇക്വിറ്റി ആയിട്ടും ആ ഫേമിന്റെ 50% ഡെപ്റ്റും ആയിട്ടാണ് ഫേം എന്ത് ചെയ്യുന്നത്? ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത്. ദെൻ പ്ലാൻ സി 50% ഇക്വിറ്റി ആൻഡ് 50% പ്രിഫറൻസ് ഷെയർസ്. പ്ലാൻ സി പ്രകാരം 50% ഇക്വിറ്റിയും 50% പ്രിഫറൻസ് ഷെയർസുമാണ് ആ കമ്പനി ഇഷ്യൂ ചെയ്യുന്നത്. ടോട്ടൽ ഫണ്ട്സ് റിക്വയർഡ് ഈസ് 20 lakh. ഫേമിന് വേണ്ട ടോട്ടൽ ഫണ്ട് എന്താണ്? 20 lakh. ആ 20 lakh റേസ് ചെയ്യാനുള്ള 3 പ്ലാനാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്റ്റ് 12%, പ്രിഫറൻസ് ഡിവിഡൻഡ് 9%, ടാക്സ് റേറ്റ് 35%. ഡിറ്റർമൈൻ ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് ഫോർ ഈച്ച് പ്ലാൻ. അപ്പോൾ നമുക്ക് 3 പ്ലാൻ തന്നിട്ടുണ്ട്. ഈ 3 പ്ലാനിലും എന്താണ് ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ്? അതായത് ദ ലെവൽ ഓഫ് EBIT വേർ EBIT ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണോ നമ്മളെ ക്യാപിറ്റൽ, ഏത് ക്യാപിറ്റൽ സ്ട്രക്ചർ ആണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് അതിനോട് EBIT ഈക്വൽ ആവുന്ന പോയിന്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് 3 പ്ലാൻസിന്റെയും ഫിനാൻഷ്യൽ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഡിറ്റർമൈൻ ദ ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ്. അപ്പോൾ ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് കാണാൻ പറയുകയാണെങ്കിൽ ആദ്യം ഇക്വേഷൻ എഴുതാം. ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് ഈസ് ഈക്വൽ ടു ഇൻട്രസ്റ്റ് പ്ലസ് പ്രിഫറൻസ് ഡിവിഡൻഡ് ബൈ 1 - ടാക്സ് റേറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഓരോ പ്ലാനിൻ്റെയും ചെയ്യാം. ഫസ്റ്റ് പ്ലാൻ എ. പ്ലാൻ എന്റെ കേസ്. ഓക്കെ, പ്ലാൻ എ എന്താണ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്? 100% ഇക്വിറ്റി. അതായത് പ്ലാൻ എ പ്രകാരമാണ് ഫേം ഫണ്ട് റേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇക്വിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇക്വിറ്റി മാത്രം ഉണ്ടാകുമ്പോൾ അവിടെ നമുക്കറിയാം ഒരു ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് ചാർജ് അവിടെ വരുന്നില്ല. കാരണം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഫിക്സ്ഡ് ആയിട്ട് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് വരുന്നത് ഇൻട്രസ്റ്റ് പ്ലസ് പ്രിഫറൻസ് ഡിവിഡൻഡ് ആണ്. സോ അപ്പോൾ പ്ലാൻ എന്റെ കേസിൽ ആസ് ദർ ഈസ് ഓൺലി ഇക്വിറ്റി മാത്രമേ ഉള്ളൂ നമ്മളുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ. അത് കാരണം ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് 0 ആയിരിക്കും. കാരണം ആസ് ദർ ഈസ് നോ ഫിക്സ്ഡ് ചാർജ് ഫോർ ഇക്വിറ്റി. ഇൻ കേസ് ഓഫ് ഇക്വിറ്റി, ഓൾ ഇക്വിറ്റി പ്ലാൻ, ദ ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇസ് 0. സോ പ്ലാൻ എന്റെ കേസ് എഴുതാം. ആസ് ദർ ഈസ് നോ ഫിക്സ്ഡ് ചാർജസ് ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ for plan A, the financial break-even point is 0. അപ്പോൾ ഓൾ ഇക്വിറ്റി ഫേം ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ഫിക്സ്ഡ് ചാർജ് ഇല്ല, ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചറും ഇല്ല, പ്രിഫറൻസ് ഷെയർസും ഇല്ല. അപ്പോൾ ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ കേസ് ഓഫ് ഓൾ ഇക്വിറ്റി ഫേം വിൽ ബി 0. ഓക്കെ, ഇനി പ്ലാൻ ബിന്റെ ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് നമുക്ക് കാണാം. ഓക്കെ, പ്ലാൻ ബി
പ്ലാൻ ബി എന്താണ്? 50% ഇക്വിറ്റി ആൻഡ് 50% ഡെപ്റ്റ്. പ്ലാൻ ബി പ്രകാരം നമുക്ക് 20 ലാഖാണ് ടോട്ടൽ ഫണ്ട് റേസ് ചെയ്യേണ്ടത്. അതിൻ്റെ 50% ഇക്വിറ്റിയാണ്. അപ്പം 10 lakh റുപ്പീസ് ഇക്വിറ്റിയും ബാക്കി 50% 10 lakh ഡെപ്റ്റും ആയിട്ടാണ് റേസ് ചെയ്യുന്നത്. അപ്പോൾ പ്ലാൻ ബി പ്രകാരം വി ഹാവ് 10 lakh ഡെപ്റ്റ്. 20 lakhൻ്റെ 50% ആണ് ഡെപ്റ്റ്. ഓക്കെ, സോ ഡെപ്റ്റ് ഇസ് ഈക്വൽ ടു 10 lakh. ഓക്കെ, ഇൻട്രസ്റ്റ് എത്രയാണ്? ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് 10 lakhൻ്റെ എത്രയാണ് നമുക്ക് പെർസെൻറ്റേജ് തന്നിട്ടുള്ളത്? 10 lakh ആണ് ഡിബെഞ്ചേഴ്സ്. പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ്, ഡിബെഞ്ചേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് 12% ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 10 lakhൻ്റെ 12%. അപ്പോൾ 1,20,000 ആണ് നമ്മളുടെ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ്. ഓക്കെ, അപ്പോൾ ഡിബെഞ്ചേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് ഈ പ്ലാൻ ബി പ്രകാരം മൊത്തം ഫണ്ടിൻ്റെ 50% ഡിബെഞ്ചറാണ് തന്നിട്ടുണ്ട്. അപ്പോൾ 10 lakh ആണ് ഡിബെഞ്ചർ. ഇൻട്രസ്റ്റ് എന്താണ്? ഇൻട്രസ്റ്റ് 10 lakhൻ്റെ 12%, 1,20,000. അപ്പോൾ പ്ലാൻ ബി പ്രകാരം ഡെപ്റ്റും ഇക്വിറ്റിയേ ഉള്ളൂ. അപ്പോൾ പ്ലാൻ ബിയുടെ ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഇസ് 1,20,000. ഓക്കെ, അപ്പോൾ പ്ലാൻ ബിയുടെ ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് 1,20,000 ആണ്. അതായത് 1,20,000 കിട്ടിക്കഴിഞ്ഞാൽ, EBIT കിട്ടിക്കഴിഞ്ഞാൽ ആ നമ്മുടെ ഏർണിങ്സ് ബിഫോർ ടാക്സ് 1,20,000 ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഇൻട്രസ്റ്റ് ചാർജ്. നമ്മൾക്ക് മൊത്തമുള്ള ഇൻട്രസ്റ്റ് ചാർജ് 1,20,000 ആണ്. അപ്പോൾ നമുക്ക് 1,20,000 EBIT ആയിട്ട് പ്രോഫിറ്റ് കിട്ടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ദർ വിൽ ബി നോ പ്രോഫിറ്റ് ആൻഡ് നോ ലോസ്. അവർ പ്രോഫിറ്റ് വിൽ ബി ഈക്വൽ ടു അവർ ഇൻട്രസ്റ്റ് ചാർജ്. ഇനി പ്ലാൻ സിൻ്റെ കേസ് കാൽക്കുലേറ്റ് ചെയ്യാം. പ്ലാൻ സിയിൽ പ്രകാരം 50% ഇക്വിറ്റി ആൻഡ് 50% പ്രിഫറൻസ് ഷെയർസ്. പ്ലാൻ സി പ്രകാരം 50% ഇക്വിറ്റി ആൻഡ് 50% പ്രിഫറൻസ് ഷെയർസ് ആണ്. ഓക്കെ, അപ്പോൾ 20 lakhൻ്റെ 50% ഇക്വിറ്റി ആണ്. അപ്പോൾ ഇക്വിറ്റി ആകുമ്പോൾ അവിടെ ഇക്വിറ്റി നമുക്ക് എടുക്കേണ്ട കാര്യമില്ല ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് കാണാൻ. പിന്നെ ബാക്കി എന്താണ്? പ്രിഫറൻസ് ഷെയർസ് ആണുള്ളത്. സോ ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇസ് ഈക്വൽ ടു പ്രിഫറൻസ് ഷെയർസിൻ്റെ ഡിവിഡൻഡ്. ഓക്കെ, പ്രിഫറൻസ് ഷെയർസിൻ്റെ ഡിവിഡൻഡ് ഓക്കെ. അപ്പോൾ നമ്മൾ പ്രിഫറൻസ് ഡിവിഡൻഡ് ആണ് നമ്മുടെ ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ്. പ്രിഫറൻസ് ഡിവിഡൻഡ് ആണെങ്കിൽ എങ്ങനെ നമ്മൾ കാണാം? FBE ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇസ് ഈക്വൽ ടു പ്രിഫറൻസ് ഡിവിഡൻഡ് ബൈ 1 മൈനസ് ടാക്സ് റേറ്റ്. പ്രിഫറൻസ് ഡിവിഡൻഡ് പെർസെൻറ്റേജ് തന്നിട്ടുള്ളത് 9% ആണ്. അപ്പോൾ നമുക്ക് 50% ഓഫ് 20 lakh ആണ് പ്രിഫറൻസ് ഷെയർസ്. ദാറ്റ് ഇസ് 10 lakh ആണ് പ്രിഫറൻസ് ഷെയർസ്. അപ്പോൾ 10 lakhൻ്റെ 9% ആണ് പ്രിഫറൻസ് ഷെയർസിൻ്റെ ഇൻട്രസ്റ്റ്. ഓക്കെ, അതായത് 90,000. 10 lakhൻ്റെ 9% 90,000 ബൈ 1 മൈനസ് ടാക്സ് റേറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 35% ആണ്. സോ 1 മൈനസ് 0.35. അപ്പോൾ 90,000 ബൈ 1 മൈനസ് 0.35 ദാറ്റ് ഇസ് 90,000 ബൈ 0.65 is equal to 1,38,465. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് ഓഫ് പ്ലാൻ സി. ഓക്കെ, അപ്പോൾ പ്ലാൻ സിയിൽ ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് 1,38,465 ആണ് വരുന്നത്. അതിനർത്ഥം ഫേമിൻ്റെ EBIT ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് 1,38,465 ആണെങ്കിൽ ദർ വിൽ ബി നോ പ്രോഫിറ്റ് ഫോർ ദ ഫേം. ദ ഫേം വിൽ ഓൺലി ബി ഏബിൾ ടു കവർ ഇറ്റ്സ് പ്രിഫറൻസ് ഡിവിഡൻഡ് ചാർജസ്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് പോയിന്റ് വെർ ദർ ഇസ് നോ or the point where the level of EBIT will be equal to our fixed interest charges such as interest on debentures and dividend on preference shares. അപ്പോൾ അത് കാണാനുള്ള ഇക്വേഷൻ ഇൻട്രസ്റ്റ് പ്ലസ് പ്രിഫറൻസ് ഡിവിഡൻഡ് ബൈ 1 മൈനസ് ടി. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള 3 പ്ലാന് പ്രകാരം നമ്മൾ ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്. റിമെമ്പർ
in case of all equity firm, the financial break-even point will be 0. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള നെക്സ്റ്റ് ടോപ്പിക് point of indifference analysis. Point of indifference analysis. Indifference refers to the level of EBIT at which EPS would be the same irrespective of the level of financing. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ EBIT EPS അനാലിസിസിന് യൂസ് ചെയ്യുന്നത് പോയിന്റ് ഓഫ് ഇൻഡിഫറൻസ് അനാലിസിസ് ആണ്. ഫിനാൻഷ്യൽ ഇൻഡിഫറൻസ് അനാലിസിസ് എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് പോയിന്റ്, നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ എടുക്കുമ്പോൾ ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത് ലെവൽ ഓഫ് EBIT അറ്റ് വിച്ച് EPS വുഡ് ബി ദ സെയിം ഇറസ്പെക്റ്റീവ് ഓഫ് ദ ലെവൽ ഓഫ് ഫിനാൻസിങ്. അതായത് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ എടുക്കുമ്പോഴാണ് നമ്മൾ ഈ ഇൻഡിഫറൻസ് അനാലിസിസ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് ഫിനാൻസിങ് പ്ലാൻസ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. ഒരു ഫേമിന് ക്യാപിറ്റൽ ഫണ്ട് റേസ് ചെയ്യണം. അപ്പോൾ രണ്ട് ഓപ്ഷൻസ്, എങ്ങനെയൊക്കെ നമുക്ക് ഫിനാൻസ് റേസ് ചെയ്യാം, ഇത്ര പെർസെൻറ്റേജ് ഓഫ് ഡെപ്റ്റ്, ഇത്ര പെർസെൻറ്റേജ് ഓഫ് പ്രിഫറൻസ് ഡിവിഡൻഡ്, അങ്ങനെ കുറച്ച് പ്ലാൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ, ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത് EBITയുടെ ലെവലാണ്. സോ ഇൻഡിഫറൻസ് റെഫേഴ്സ് ടു ദ ലെവൽ ഓഫ് EBIT. നമ്മൾ ഒരു EBIT, ഒരു ലെവൽ ഓഫ് EBIT ഉണ്ട്. ആ EBITയിൽ നമ്മൾ ഏത് പ്ലാൻ എടുത്തു കഴിഞ്ഞാലും EPS വിൽ ബി ദ സെയിം. Okay, so indifference point refers to the level of profit where EPS would be the same at any level of financing. ഒരു ലെവൽ ഓഫ് പ്രോഫിറ്റ് ആണ്. ആ പ്രോഫിറ്റ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഫിനാൻഷ്യൽ പ്ലാൻസ് എടുത്തു കഴിഞ്ഞാലും EPS വിൽ ബി ദ സെയിം. അങ്ങനത്തെ പോയിന്റിനെയാണ് പോയിന്റ് ഓഫ് ഇൻഡിഫറൻസ് അനാലിസിസ് എന്ന് പറയുന്നത്. സോ പോയിന്റ് ഓഫ് ഇൻഡിഫറൻസ് അനാലിസിസ് എന്താണ് അനലൈസ് ചെയ്യുന്നത്? ആ ലെവൽ ഓഫ് EBIT, that level of it analyze that level of EBIT where the EPS would be the same ഫോർ എനി ലെവൽ ഓഫ് ഫിനാൻസിങ്. അപ്പോൾ ഒരു ഫേമിന് ക്യാപിറ്റൽ ഫണ്ട് റേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫേമിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ EBIT ലെവൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ഫേമിന് പിന്നെ ഏത് ഫിനാൻസ് എടുത്തു കഴിഞ്ഞാലും EPSൽ കാര്യമായിട്ട് ചേഞ്ച് ഉണ്ടാവില്ല. എങ്ങനെയാണ് ആ ലെവൽ കിട്ടുന്നത്? ആ ലെവൽ എന്ന് പറയുന്നത് നമ്മളുടെ ഫേമിന് നമ്മളുടെ ഫിക്സ്ഡ് ചാർജസ് ഒക്കെ കവർ ചെയ്യാൻ, നമുക്ക് ഡിബെഞ്ചർ, ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് ഉണ്ട്, പ്രിഫറൻസ് ഡിവിഡൻഡിന്റെ ഡിവിഡൻഡ് ഉണ്ട്, ആ ചാർജസ് ഒക്കെ കവർ ചെയ്യാനുള്ള ഇനഫ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് ഏത് ഫിനാൻഷ്യൽ പ്ലാൻസ് നമ്മൾ എടുക്കുകയാണെങ്കിലും നമ്മൾ ഏർണിംഗ് പെർ ഷെയറിന് അത് എഫക്റ്റ് ചെയ്യില്ല. അങ്ങനത്തെ ലെവൽ ഓഫ് പ്രോഫിറ്റിനെയാണ് ഇൻഡിഫറൻസ് ലെവൽ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ ദ അനാലിസിസ് ഓഫ് ഫൈൻഡിങ് ദിസ് ഇൻഡിഫറൻസ് EBIT is known as point of indifference analysis. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് ഓഫ് ഇൻഡിഫറൻസ് അനാലിസിസ് എന്താന്നുള്ള തിയറി അറിയണം. സോ ഇറ്റ് റെഫേഴ്സ് ടു ദ ലെവൽ ഓഫ് EBIT അറ്റ് വിച്ച് EPS വുഡ് ബി ദ സെയിം ഇറസ്പെക്റ്റീവ് ഓഫ് ദ ലെവൽ ഓഫ് ഫിനാൻസിങ്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ മാനേജർക്ക് ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ പ്ലാൻസ് ഉണ്ടെങ്കിൽ ഹി വിൽ ബി ഇൻഡിഫറൻറ്റ് ടുവേർഡ്സ് ചൂസിങ് ദിസ് പ്ലാൻസ് ബിക്കോസ് എനി ഫിനാൻഷ്യൽ പ്ലാൻ ഹി സെലക്ട് ദ EBIT ദർ വോണ്ട് ബി എനി ചേഞ്ചസ് ഇൻ ഏർണിംഗ് പെർ ഷെയർ. ഇനി the point of indifference is calculated by equating EPS under two financial plans. നമ്മൾ പോയിന്റ് ഓഫ് ഇൻഡിഫറൻസ് കാണാൻ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. 3 പ്ലാൻസ് പ്രകാരം നമുക്ക് ഓൾ ഇക്വിറ്റി ഫേം ആണെങ്കിൽ, പിന്നെ ഇക്വിറ്റി പ്ലസ് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ, ഇക്വിറ്റി പ്ലസ് പ്രിഫറൻസ് ഡിവിഡൻറ്റും ഡെപ്റ്റും ഉണ്ടെങ്കിൽ, അങ്ങനെ 3 കേസിൽ നമുക്ക് ഇൻഡിഫറൻസ് പോയിന്റ് എങ്ങനെ കാണാം എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. ഇൻ കേസ് ഓഫ് ഓൾ ഇക്വിറ്റി ഫേം, ഒരു ഫേമിൽ ഇക്വിറ്റി മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഏർണിംഗ്സ് പെർ ഷെയർ ഈസ് ഈക്വൽ ടു EBIT ഇൻറ്റു 1 - T/N. ഓക്കെ, EBIT എന്ന് പറയുന്നത് ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഇൻറ്റു 1 - ടാക്സ് റേറ്റ് ബൈ N. N റെഫേഴ്സ് ടു നമ്പർ ഓഫ് ഷെയർസ്. അപ്പോൾ ഇൻ കേസ് ഓഫ് ഓൾ ഇക്വിറ്റി ഫേം, ഒരു ഓൾ ഇക്വിറ്റി ഫേം ആണെങ്കിൽ അതിൻ്റെ ഏർണിംഗ്സ് പെർ ഷെയർ ഈസ് ഈക്വൽ ടു EBIT ഇൻറ്റു 1 - T/N. ഈ ഇക്വേഷൻ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ദെൻ ഇക്വിറ്റി പ്ലസ് ഡെപ്റ്റ് പ്ലാൻ. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനിൽ ഒരു ഫിനാൻഷ്യൽ ഓപ്ഷൻ തരികയാണ്, ഇക്വിറ്റിയും ഉണ്ട് ഡെപ്റ്റും ഉണ്ട്, അങ്ങനത്തെ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷനാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ EPS ഈസ് ഈക്വൽ ടു EBIT മൈനസ് ഇൻട്രസ്റ്റ്, EBITന്ന് ഇൻട്രസ്റ്റ് കുറക്കുക, ഇൻറ്റു 1 - ടാക്സ് റേറ്റ് ഡിവൈഡഡ് ബൈ N. ഇനി ഇക്വിറ്റി, ഡെപ്റ്റ്, പ്രിഫറൻസ് പ്ലാന്, ഈ 3 എണ്ണമുള്ള ഒരു ഫിനാൻഷ്യൽ ഡിസിഷൻ ആണെങ്കിൽ ഏർണിംഗ്സ് പെർ ഷെയർ ഈസ് ഈക്വൽ ടു EBIT മൈനസ് ഇൻട്രസ്റ്റ്
ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് മൈനസ് പ്രിഫറൻസ് ഡിവിഡൻഡ് ബൈ എൻ. EBITന്ന് ഇൻട്രസ്റ്റ് കുറക്കുക, അതിന് ടാക്സ് റേറ്റ് ആയിട്ട് ഇൻറ്റു ചെയ്യുക 1 മൈനസ് ടാക്സ് റേറ്റ് മൈനസ് പ്രിഫറൻസ് ഡിവിഡൻഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. ഓക്കെ, ഇതാണ് ഓരോ കേസസിലും. ഓൾ ഇക്വിറ്റി ഫേം ഇക്വിറ്റിയും ഡെപ്റ്റും ആണെങ്കിൽ ഇക്വിറ്റി ഡെപ്റ്റ് പ്രിഫറൻസ് പ്ലാന്, ഈ 3 കേസിലും EPS കാണേണ്ട ഇക്വേഷൻസ് ഇതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ തരും, പോയിന്റ് ഓഫ് ഇൻഡിഫറൻസ് കാണാൻ നമുക്ക് ക്വസ്റ്റ്യൻ തരും. അപ്പൊ എങ്ങനെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. എക്സാമ്പിൾ, calculate the level of EBIT at which the EPS indifference point of 4 lakh. ഓക്കെ, നമ്മളോട് EBIT കാണാൻ പറഞ്ഞിട്ടുണ്ട്. ലെവൽ ഓഫ് EBIT at which the EPS indifference point of 4 lakh. തന്നിട്ടുള്ള ഡീറ്റെയിൽസ്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ്, നമുക്ക് 2 പ്ലാൻ തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കാൽക്കുലേറ്റ് ദ ലെവൽ ഓഫ് EBIT അറ്റ് വിച്ച് ഇൻഡിഫറൻസ് പോയിന്റ് ഓഫ് 4 lakh. EBIT കാണാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് 2 ഫിനാൻഷ്യൽ ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് തന്നിട്ടുണ്ട്. കേസ് 1 ആൻഡ് കേസ് 2 2 ഫിനാൻഷ്യൽ ഓൾട്ടർനേറ്റീവ്സ് തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ലെവൽ ഓഫ് EBIT വെർ പോയിന്റ് ഓഫ് ഇൻഡിഫറൻസ് ഹാപ്പൻസ്, ആ EBIT ലെവൽ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഓൾട്ടർനേറ്റീവ് എ, ഓൾട്ടർനേറ്റീവ് എ തന്നിട്ടുള്ളത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് 6 lakh, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് 6 lakh ആൻഡ് 12% ഡിബെഞ്ചർ ഓഫ് 4 lakh. കേസ് എ പ്രകാരം, ഫിനാൻഷ്യൽ പ്ലാൻ എ പ്രകാരം നമ്മളെ കയ്യിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 6 lakh ഉണ്ട്, ഡിബെഞ്ചേഴ്സ് 4 lakh ഉണ്ട്. ഇനി ഓൾട്ടർനേറ്റീവ് ബി പ്രകാരം നമ്മളെ കയ്യിൽ നമ്മൾ ഫിനാൻസ് റേസ് ചെയ്യുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് 4 lakh, 4 lakhsന്റെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആൻഡ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഓഫ് 2 lakh, 2 lakhന്റെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, then 12% debentures of 4 lakh, 12% debentures of 4 lakh. Preference dividend percentage തന്നിട്ടുണ്ട് 14%. Assume corporate tax of 35%, tax rate തന്നിട്ടുണ്ട് 35% and par value of equity 10%. Okay, ഇക്വിറ്റിയുടെ വാല്യൂ, ഫേസ് വാല്യൂ ₹10, 10% അല്ല ₹10 ആണ് തന്നിട്ടുണ്ട്. ഒരു ഇക്വിറ്റി ഷെയറിന്റെ വാല്യൂ 10 ആണ്. അപ്പോൾ 2 ഫിനാൻഷ്യൽ ഓൾട്ടർനേറ്റീവ്സ് തന്നിട്ടുണ്ട്, ഓൾട്ടർനേറ്റീവ് എ, ഓൾട്ടർനേറ്റീവ് ബി. ഈ രണ്ട് ഫിനാൻഷ്യൽ ഓൾട്ടർനേറ്റീവും നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏത് ലെവൽ ഓഫ് പ്രോഫിറ്റിലായിരിക്കും നമുക്ക് EPS ഇൻഡിഫറൻസ് ആയിട്ടുള്ളത്? ഓക്കെ, ഏത് ലെവൽ ഓഫ് EBIT പ്രോഫിറ്റ് നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ 2 ഫിനാൻഷ്യൽ പ്ലാൻസ് എടുത്തു കഴിഞ്ഞാലും വിൽ ബി ഇൻഡിഫറൻറ്റ്. നമുക്ക് 2 എടുത്തു കഴിഞ്ഞാലും നമ്മൾ ഏർണിംഗ് പെർ ഷെയറിന് പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമ്മളോട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് കാൽക്കുലേറ്റ് ദ ഇൻഡിഫറൻസ് പോയിന്റ് ഓഫ് EBIT എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻഡിഫറൻസ് പോയിന്റ് ഓഫ് EBIT എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മൾ നോക്കുക, ഇൻ കേസ് ഓഫ് ഓൾ ഇക്വിറ്റി ഫേമിന്റെ ഇക്വേഷൻ ഉണ്ട്, ഡിബെഞ്ചർ ആൻഡ് ഇക്വിറ്റിന്റെ ഇക്വേഷൻ ഉണ്ട്, ദെൻ ഡിബെഞ്ചർ, പ്രിഫറൻസ് ഷെയർസ്, പ്രിഫറൻസ് ഡിവിഡൻഡ്, ഈ 3 കേസിന്റെ ഇക്വേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് കേസ് ഓൾട്ടർനേറ്റീവ് എയിൽ എന്താ തന്നിട്ടുള്ളത് നോക്കാം. ഓൾട്ടർനേറ്റീവ് എ പ്രകാരം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 6 lakh ഉണ്ട്, ദെൻ 12% ഡിബെഞ്ചേഴ്സും ഉണ്ട്. അപ്പൊ എന്താണ്? ഓൾട്ടർനേറ്റീവ് എയിൽ ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഡിവിഡൻഡും ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ EPSന്റെ ഇക്വേഷൻ എന്താ? EPS is equal to, ഇക്വിറ്റിയും ഡെപ്റ്റും ആണെന്നുണ്ടെങ്കിൽ EPS എന്താ? EPSന്റെ ഇക്വേഷൻ EPS is equal to എന്തായിരുന്നു ഇക്വേഷൻ? EBIT മൈനസ് ഇൻട്രസ്റ്റ് I ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് ഹോൾ ഡിവൈഡഡ് ബൈ N ആയിരുന്നു ഇക്വേഷൻ. ഓക്കെ, അതാണ് കേസ് എന്റെ ഇക്വേഷൻ. ഇനി കേസ് ബി പ്രകാരം എന്താണ്? കേസ് ബി ഓൾട്ടർനേറ്റീവ് ഫിനാൻഷ്യൽ പ്ലാനിൽ ഇക്വിറ്റി ഷെയർസ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ഉണ്ട്, ഡിബെഞ്ചർ ഉണ്ട്, 3ഉം വരുന്ന കേസാണ്. അപ്പോൾ കേസ് ബിയിൽ EPS is equal to EBIT
minus interest into 1 minus tax rate minus preference dividend. Okay, all divided by n. ഇതാണ് ഇക്വേഷൻ. ഇനി നമ്മൾ ഇൻഡിഫറൻസ് പോയിന്റ് കാണാൻ പറയുകയാണെങ്കിൽ നമ്മൾ പ്ലാൻ എ എടുത്തു കഴിഞ്ഞാലും പ്ലാൻ ബി എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇ പി എസ് സെയിം ആയിരിക്കും അല്ലേ. ഇ പി എസ് ഇസ് ഈക്വൽ ടു കേസ് എന്റെ ഇ പി എസിന്റെ ഇക്വേഷൻ ഇതാണ്, കേസ് ബിയുടെ ഇ പി എസിന്റെ ഇക്വേഷൻ ഈ സൈഡാണ്. അപ്പോൾ ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് ഇ പി എസും ഈക്വൽ ആണെന്നല്ലേ. ഇ പി എസ് ഓഫ് എ ഇസ് ഈക്വൽ ടു ഇ പി എസ് ഓഫ് ബി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, തന്നിട്ടുള്ള രണ്ട് കേസ് എന്റെ ഇക്വേഷൻ എഴുതാം. കേസ് എന്റെ ഇ പി എസ് ഇസ് ഈക്വൽ ടു കേസ് ബിന്റെ ഇ പി എസ്. അതിന് രണ്ടിനെയും ഈക്വൽ ആയിട്ട് എഴുതാം. ഫസ്റ്റ് കേസ് എന്റെ എഴുതാം. ഇ ബി ഐ ടി എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇ ബി ഐ ടി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇ ബി ഐ ടി നമുക്ക് തന്നിട്ടില്ല. സോ ഇ ബി ഐ ടി മൈനസ് കേസ് എ പ്രകാരം ഇൻട്രസ്റ്റ് എന്താണ്, ഡിബഞ്ചറിന്റെ ഇൻട്രസ്റ്റ്. പ്ലാൻ എന്റെ ഡിബഞ്ചർ എത്ര വരുന്നത്, 4 lakh ആണ്. സോ 4 lakhന്റെ 12%. പ്ലാൻ എയുടെ ഇൻട്രസ്റ്റ് 4 lakhന്റെ 12% ആണ് റേറ്റ് തന്നിട്ടുള്ളത്. പ്ലാൻ എന്റെ ഇൻട്രസ്റ്റ് റേറ്റ് 48,000. ഓക്കെ, അപ്പോൾ പ്ലാൻ എന്റെ ഇൻട്രസ്റ്റ് മാത്രം മതി. അപ്പോൾ നമുക്കത് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇ ബി ഐ ടി മൈനസ് ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് കിട്ടി 48,000 ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് എത്ര, 0.35. സോ 1 മൈനസ് 0.35 ഹോൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. പ്ലാൻ എന്റെ നമ്പർ ഓഫ് ഷെയർസ് എത്ര, നമ്പർ ഓഫ് ഷെയർസ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു ഷെയറിന്റെ വാല്യൂ 10 rupees ആണ്. പ്ലാൻ എക്ക് എത്ര ഷെയർസ് ഉണ്ട്, ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട് 6 lakh ഷെയർസ് ആണ്. സോ നമ്പർ ഓഫ് ഷെയർസ് ഇസ് ഈക്വൽ ടു 6 lakh by 10 is equal to 60,000 shares. Okay, plan എന്റെ ഷെയർസ് 60,000 ആണ്. സോ ഹോൾ ഡിവൈഡഡ് ബൈ n. Okay, ഹോൾ ഡിവൈഡഡ് ബൈ n എത്ര, 60,000. ഇനി കേസ് 1ന്റെ ഇക്വേഷൻ കിട്ടി. കേസ് 2ന്റെ ഇക്വേഷൻ പ്ലാൻ ബി. ഓക്കെ, പ്ലാൻ ബിന്റെ എഴുതാം. പ്ലാൻ ബിന്റെ ഇ പി എസ് എന്താ, പ്ലാൻ ബിന്റെ ഇ പി എസ് ഇസ് ഈക്വൽ ടു, ഇ പി എസ് എന്താ, പ്ലാൻ ബി എല്ലാം ഉള്ള കേസാണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇ ബി ഐ ടി നമുക്കറിയില്ല, ഇ ബി ഐ ടി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇ ബി ഐ ടി മൈനസ് ഇൻട്രസ്റ്റ്, പ്ലാൻ ബിന്റെ ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. പ്ലാൻ ബിയുടെ ഇൻട്രസ്റ്റ് എന്താ, ഡിബഞ്ചേഴ്സ് എത്ര, പ്ലാൻ ബി പ്രകാരം ഡിബഞ്ചേഴ്സ് വരുന്നത് 4 lakh ആണ്. 4 lakhന്റെ 12%. 4 lakhന്റെ 12%. 4 lakh തന്നെയാണ് ഡിബഞ്ചേഴ്സ്, 12% സെയിം ആണ്. 48,000 ഇൻട്രസ്റ്റ് 48,000 ആണ്. സോ ഇ ബി ഐ ടി മൈനസ് 48,000 ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് 0.35. ഇനി എന്ത് ചെയ്യണം, മൈനസ് പ്രിഫറൻസ് ഡിവിഡൻറ്റും കൂടി നമുക്ക് കുറക്കണം. പ്ലാൻ ബിയിൽ പ്രിഫറൻസ് ഡിവിഡൻറ്റും കൂടി ഉണ്ട്. പ്രിഫറൻസ് ഡിവിഡൻറ്റ് എത്ര, ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് പ്രിഫറൻസ് ഡിവിഡൻറ്റ് 14% ആണ്. പ്രിഫറൻസ് ക്യാപിറ്റൽ വരുന്നത് 2 lakh ആണ്. 2 lakhന്റെ 14%. 2 lakhന്റെ 14%. 2 lakh ആണ് പ്രിഫറൻസ് ഷെയർസ്, 14% ആണ് പ്രിഫറൻസ് ഡിവിഡൻറ്റ്. 2 lakhന്റെ 14%. ഓക്കെ, ഇപ്പോൾ പ്രിഫറൻസ് ഡിവിഡൻറ്റ് വരുന്നത് 28,000. 2 lakh ആണ് പ്രിഫറൻസ് ഷെയർസ്, 14% ആണ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇൻട്രസ്റ്റ് വരുന്നത് 2 lakhന്റെ 14%, 28,000. അപ്പോൾ മൈനസ് 28,000 ഹോൾ ഡിവൈഡഡ് ബൈ n. ഹോൾ ഡിവൈഡഡ് ബൈ n.
എന്താ നമ്പർ ഓഫ് ഷെയർസ് ആണ്. ഇക്വിറ്റിയുടെ കേസ് ആണെങ്കിൽ കേസ് ബി പ്രകാരം ഇക്വിറ്റി എത്രയാണ് 4 lakh ആണ്. അപ്പോൾ 4 lakh by 10 ആണ് നമ്പർ ഓഫ് ഇക്വിറ്റി. അപ്പോൾ എത്ര 40,000. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ഇക്വേഷനും എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇൻഡിഫറൻസ് പോയിന്റ് കാണാൻ. എന്താണ് ഇൻഡിഫറൻസ് പോയിന്റ് പറയുന്നത്? പ്ലാൻ എയുടെ EPSഉം പ്ലാൻ ബിയുടെ EPSഉം സെയിം ആണ്. അപ്പോൾ നമ്മൾ അതിനെ രണ്ടിനെയും ഈക്വേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ EBIT കാണാൻ. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ ഇതായിരുന്നു, EBIT മൈനസ് 48,000 into 1 minus 0.35 by 60,000 is equal to, അതായത് ആദ്യത്തെ കേസ് എന്റെ EPS is equal to കേസ് ബിന്റെ EPS ഇക്വേഷൻ എഴുതാം. EBIT minus 48,000 into 1 minus 0.35 into minus preference dividend interest 28,000 all divided by number of shares എത്രയായിരുന്നു കേസ് ബിയിൽ 40,000 by 40,000. ഓക്കെ, അപ്പോൾ കേസ് എന്റെ EPSഉം ഈസ് ഈക്വൽ ടു കേസ് ബിന്റെ EPS. അപ്പോൾ ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇക്വേറ്റ് ചെയ്തിട്ട് വേണം, രണ്ടും ഇക്വേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് EBIT കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം. നമുക്ക് EBITനെ കിട്ടണം. അപ്പോൾ നമുക്ക് ഇക്വേഷനെ സോൾവ് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷനെ സോൾവ് ചെയ്യാം, ബ്രാക്കറ്റ്സിനൊക്കെ സോൾവ് ചെയ്യാം. EBIT മൈനസ് 48,000 ഇൻറ്റു 1 മൈനസ് 0.35. അപ്പോൾ എന്താവും ഇക്വേഷൻ? EBIT മൈനസ് 48,000 1 മൈനസ് 0.35നെ സോൾവ് ചെയ്യാം. അപ്പോൾ 1 മൈനസ് 0.35 എന്താവും? 0.65 by 6,000. ഓക്കെ, is equal to ഈ കേസിലെ ഇക്വേഷനും EBIT മൈനസ് 48,000 into 0.65 minus 28,000 by 40,000. ഓക്കെ, ഇവിടെ 60,000 by 40,000 number of shares by 40,000. ഓക്കെ, ഇപ്പം രണ്ട് സൈഡിലും. ഇനി നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം. ഫസ്റ്റ് സൈഡിൽ എന്താണ്? EBIT മൈനസ് 48,000 ഇൻറ്റു 0.65. അപ്പോൾ ഈ 0.65നെ രണ്ടും വെച്ചിട്ട്, രണ്ട് ബ്രാക്കറ്റിലെ രണ്ടും വെച്ചിട്ട് ഇൻറ്റു ചെയ്യാം. സോ 0.65 ഇൻറ്റു EBIT 0.65 EBIT മൈനസ് ഈ 0.48,000 ഇൻറ്റു 0.65 ചെയ്യാം. അപ്പോൾ 31,200 by 60,000 equal to, ഇനി ഈ സൈഡിലും സോൾവ് ചെയ്യാം. EBIT ഇൻറ്റു 0.65 EBIT മൈനസ് 48,000 ഇൻറ്റു 0.65. അപ്പോൾ 31,200 തന്നെ. മൈനസ് 31,200 മൈനസ് 28,000 by 40,000. രണ്ട് സൈഡിലും സോൾവ് ചെയ്ത് പോവാം. by 40,000. ഓക്കെ, ഇനി നമുക്ക് ഈസി സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്
ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. നമുക്ക് രണ്ട് EBIT നമുക്ക് ക്യാൻസൽ ചെയ്യണം. EBIT എന്താണെന്ന് കാണാൻ അപ്പം ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈസി കാൽക്കുലേഷന് വേണ്ടിയിട്ട് ഈ സീറോസിനെ രണ്ടും ക്യാൻസൽ ചെയ്യാം. താഴെ നമ്പർ ഓഫ് ഷെയർസ് കേസ് എ പ്രകാരം 60,000 ആണ്, കേസ് ബി പ്രകാരം 40,000 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് സൈഡിലുള്ള സീറോസിനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസൽ ദ സീറോസ് of 60,000 and 40,000. Okay, so it become 4 and 6 ആയിട്ട് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ആദ്യം 0.65 EBIT മൈനസ് 31,200 ഇൻറ്റു ഇവിടെ താഴെയുള്ള 40,000 ആയിട്ട് ഇൻറ്റു ചെയ്യാം. അപ്പോൾ 0.65 EBIT മൈനസ് 31,200. ഓക്കെ, നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. ആദ്യത്തെ ന്യൂമറേറ്ററിനെ നമ്മൾ എന്ത് ചെയ്തു, ഇൻറ്റു 4, 40,000 സീറോസ് ക്യാൻസൽ ചെയ്തു, ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 60,000 രണ്ടാമത്തെ കേസിന്റെ ന്യൂമറേറ്റർ ആയിട്ട് ഇൻറ്റു ചെയ്യാം. ഓക്കെ, 0.65 EBIT മൈനസ് 31,200 മൈനസ് 28,000. ഈ 0.65 EBIT കിട്ടി. ഇനി മൈനസ് 31,200 മൈനസ് 28,000 രണ്ട് നമ്പേഴ്സ് ആണ്. അപ്പം അതിന് നമുക്ക് സോൾവ് ചെയ്യാം. അതെന്താവും, മൈനസ് 31,000 മൈനസ് 28,000 മൈനസ് 59,200 ആവും. അതിന് നമുക്ക് ഇപ്പം തന്നെ സോൾവ് ചെയ്യാം. ഓക്കെ, ഇനി ഇൻറ്റു ഇതിനെ നമ്മൾ ഇൻറ്റു ചെയ്യുന്നത് 60,000 ആയിട്ടാണ്. സീറോസ് ക്യാൻസൽ ആയതുകൊണ്ട് ഇൻറ്റു 6 എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം. ഇനി ആദ്യത്തെ 0.65 EBIT മൈനസ് 31,200 ഇൻറ്റു 4, എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യണം, 4 ആയിട്ട് ഇൻറ്റു ചെയ്യണം. നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം. ആദ്യം 0.65 ഇൻറ്റു 4 ചെയ്യാം. 0.65 EBIT ഇൻറ്റു 4, 0.65 ഇൻറ്റു 4, അപ്പോൾ നമുക്ക് 2.6 കിട്ടും. 2.6 EBIT മൈനസ് 31,200 ഇൻറ്റു 4, 31,200 ഇൻറ്റു 4 1,24,800 കിട്ടും. ഓക്കെ, സോ മൈനസ് 1,24,800 is equal to 0.65 EBIT into 6, അപ്പോൾ 3.9 EBIT minus 59,200 into 6, 3,55,200. ഓക്കെ, ഇതിനെ സോൾവ് ചെയ്യാം. നമുക്ക് രണ്ട് സൈഡിലും EBIT ഉണ്ട്. അപ്പോൾ നമുക്ക് 3.9 റൈറ്റ് ഹാൻഡ് സൈഡിലാണ് നമുക്ക് കൂടുതലുള്ളത്. അപ്പോൾ ഈ സൈഡിലുള്ളത് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോവാം. അപ്പോൾ ഇവിടെ പ്ലസ് ഉള്ളത് ആ സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് ആവും. ഇനി ഈ സൈഡിലുള്ള നമ്പറിനെ നമുക്ക് ഈ സൈഡിലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ അതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ മൈനസ് 1,24,800, ഈ സൈഡിലുള്ള 35,200 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ പ്ലസ് ആവും, പ്ലസ് 3,55,200 ഇസ് ഈക്വൽ ടു 3.9 EBIT മൈനസ് 2.6 EBIT. ഓക്കെ, ഇനി ഈ സൈഡ് സോൾവ് ചെയ്യാം. 3,55,200 മൈനസ് 1,24,800, അപ്പോൾ നമുക്ക് കിട്ടും 2,30,400 ഇസ് ഈക്വൽ ടു 3.9 EBIT മൈനസ് 2.6 EBIT, അതായത് 1.3 EBIT. ഇപ്പം നമുക്ക് EBITനെ സോൾവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, 2,30,400 ഇസ് ഈക്വൽ ടു 1.3 EBIT എന്നാണ്. അപ്പോൾ ഇവിടെ EBITനെ മാത്രം കിട്ടണമെങ്കിൽ ഇവിടെ ഇൻറ്റു ആയതുകൊണ്ട് ഈ 1.3നെ നമുക്ക് ഈ സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡ് ആവും. സോ 2,30,400 ബൈ 1.3 എത്രയാണ്, 1,77,230, 1,77,231 is equal to EBIT. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇൻഡിഫറൻസ് പോയിന്റ് ഓഫ് EBIT എന്ന് പറയുന്നത് 1,77,231 ആണ്. ഓക്കെ, ഈ പോയിന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ലെവൽ ഓഫ് EBIT ഫേമിന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫേം ഏത് ഫിനാൻഷ്യൽ പ്ലാൻ എടുത്തു കഴിഞ്ഞാലും, ഇപ്പോൾ ഈ തന്നിട്ടുള്ള ഏത് ഓൾട്ടർനേറ്റീവ് പ്ലാൻ എടുത്തു കഴിഞ്ഞാലും ഫേമിന് ഏതെടുത്തു കഴിഞ്ഞാലും EPSൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. രണ്ട് കേസ് എടുക്കുകയാണെങ്കിലും EPS സെയിം ആയിരിക്കും. ഫേമിന് ഈ ലെവൽ ഓഫ് EBIT
കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇൻഡിഫറൻസ് പോയിന്റിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ദ ലെവൽ ഓഫ് EBIT, ഏത് ലെവൽ ഓഫ് പ്രോഫിറ്റിലാണ് നമുക്ക് ഏത് ഫിനാൻഷ്യൽ പ്ലാൻസ് എടുത്തു കഴിഞ്ഞാലും നമ്മളെ EPS ഈക്വൽ ആയിരിക്കും. അപ്പോൾ EPS ഈക്വൽ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, രണ്ട് ഫിനാൻഷ്യൽ പ്ലാൻസിൻ്റെയും EPSന്റെ ഫോർമുല ഇട്ടിട്ട് അത് രണ്ടും ഈക്വൽ ആണെന്ന് കാണിക്കുന്നത്. അത് രണ്ടും ഈക്വൽ ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന EBIT എന്താണ്, അതാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത് ലെവൽ ഓഫ് EBIT വേർ ദ EPS വുഡ് ബി സെയിം ഫോർ എനി ഫിനാൻഷ്യൽ പ്ലാൻസ് ദ ഫേം ടേക്ക്. അത് കാണാനുള്ള ഇക്വേഷൻസ്, 3 ഇക്വേഷൻസ് പഠിക്കണം. ഇൻ കേസ് ഓഫ് ഓൾ ഇക്വിറ്റി ഫേം, ഇക്വിറ്റി പ്ലസ് ഡെപ്റ്റ്, ഇത് 3ഉം വരുന്ന കേസ്. എന്നിട്ട് നമുക്ക് തന്നിട്ട് ക്വസ്റ്റ്യനിൽ 2 കേസ് തരും. ആ 2 കേസിന് നമ്മൾ എന്ത് ചെയ്യാം, ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈക്വൽ ആണെന്ന് പറഞ്ഞ് കാണിക്കാം. എന്നിട്ട് EBITനെ സോൾവ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത 2 ടോപ്പിക്ക്. EBIT EPS അനാലിസിസിൽ ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്താണ്, ദെൻ പോയിന്റ് ഓഫ് ഇൻഡിഫറൻസ് അനാലിസിസ് എന്താണ്.